Hello friends, welcome back to our YouTube channel Srishti Maple Diaries. ഇന്ന് നമ്മൾ മോൺട്രിയൽ ബയോഡാം ആണ് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് നേച്ചർ മ്യൂസിയംസ് ആണ് കാനഡയിലുള്ളത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് എക്കോസിസ്റ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം റീക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ മ്യൂസിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മൾ എൻ്റർ ചെയ്യുന്നത് തന്നെ ഒരു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എക്കോസിസ്റ്റത്തിലാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റ് നമ്മുടെ ഒരു കാടിലോട്ട് അല്ലെ ഫോറസ്റ്റിലോട്ട് ചെല്ലുന്ന പോലെ അതേ ഫീൽഡിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കളർഫുള്ളായിട്ടുള്ള പ്ലാന്റ്സ്, ബേർഡ്സ്, ഫിഷ്, സ്മോൾ ആനിമൽസിനെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ വണ്ണം കണ്ടോ? ശരിക്കും നമ്മളൊരു കാട്ടിലൂടെ നടക്കുന്ന അതേ ഫീലാണ്. ഇതൊരു റീക്രിയേറ്റ് ചെയ്തതാണെന്നുള്ള ഒരു ഫീലേ തോന്നില്ല. ചെറിയ ചെറിയ ആനിമൽസിനെ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ കാടിനുള്ളിലെ രീതികളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു മറൈൻ എക്കോസിസ്റ്റം സെക്ഷനാണ്. ഇവിടെ വലിയൊരു അണ്ടർ വാട്ടർ ഹാബിറ്റാറ്റ് റീക്രിയേറ്റ് ചെയ്തേക്കുവാണ്. നമുക്ക് ഈ ഗ്ലാസ്സിനകത്തൂടെ ശരിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷിനെയൊക്കെ കാണാൻ പറ്റും. ഇത് ശരിക്കും ഇവർ ടെമ്പറേച്ചറും ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നല്ലപോലെ കൺട്രോൾ ചെയ്ത് നാച്ചുറൽ ഒരു ഓഷ്യൻ എൻവയോൺമെൻറ്റ് പോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് മറൈൻ ഷെൽസിനെ പറ്റി, മറൈൻ എക്കോസിസ്റ്റത്തെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു ഈ പുള്ളി. നമുക്കതിൻ്റെ ഓരോ ഷെൽഫിഷിൻ്റെ ഷെൽസ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒക്കെ പറ്റി.
നെക്സ്റ്റ് നമ്മൾ ഈ ബിൽഡിങ്ങിൽ തന്നെ ഒരു തണുത്ത രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഏരിയയിലോട്ടാണ് പോകുന്നത്. ഈ വാൾസും എല്ലാം കാണുന്നത് ഐസ് കൊണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു അന്റാർട്ടിക് ഏരിയ പോലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നേച്ചറിൻ്റെ ബ്യൂട്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിരുന്നു ഇത്. എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.